ഫിലാഡൽഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ഓഫ് ബ്രദർലി ലവ്, ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റിയാണ് ഫിലാഡൽഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫുഡിനും സ്പോർട്സിനും പേര് കേട്ട സിറ്റിയാണ് നമ്മുടെ ഫിലാഡൽഫിയ സിറ്റി. അതോടൊപ്പം തന്നെ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ റെഡിംഗ് ടെർമിനൽ മാർക്കറ്റ്, ഇവിടെ 80 to 90 വെൻഡേഴ്സാണുള്ളത്, കച്ചവടക്കാരാണുള്ളത്. ഇവർ നേരത്തെ വെളിയിലായിരുന്നു കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. സിറ്റിയിലെ ബഹളവും ഹൈജീൻ പ്രോബ്ലംസും ഒക്കെ കാരണം ഇവർ ഇങ്ങോട്ട് ആക്കുകയായിരുന്നു. ഇതൊരു ട്രെയിൻ സ്റ്റോപ്പായിരുന്നു പണ്ട്. പിന്നെ അത് ഈ കച്ചവടക്കാർ ഇത് കൈയേറ്റം ചെയ്യുകയും ട്രെയിൻ സ്റ്റോപ്പ് വേറെ സ്ഥലത്തോട്ട് റീലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് ഹിസ്റ്ററി പറയുന്നത്. ഇത് 1893 ഇതിവിടെ സ്ഥാപിതമായത്. പിന്നെ ഇവിടുത്തെ പല തരത്തിലുള്ള ഫുഡുകൾ ഇവിടെ കിട്ടും, പല കൾച്ചറുള്ള ഫുഡുകളുണ്ട്. നിങ്ങളിവിടെ ഒരു ഫുഡ് പ്രേമിയാണെങ്കിൽ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ കയറി കാണാതെ പോകരുത്. അതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊന്ന് കൊണ്ട് കാണിക്കുകയാണ് നിങ്ങളെല്ലാവരും. നമുക്ക് പോയി കാണാം. ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വെൽക്കം ടു കുക്കിംഗ് വിത്ത് JJP വ്ളോഗ്സ്. അപ്പോൾ ഇതാണ് പണ്ട് പേര് കേട്ട ഹാനിമൺ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. ഇവിടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ പേരും ഇല്ല, അഡ്രസ്സും ഇല്ല. സോ ഇതുവഴിയാണ് നടന്ന് നമ്മളിന്ന് കാണാൻ പോകുന്ന റെഡിംഗ് ടെർമിനൽ ഫുഡ് മാർക്കറ്റിലോട്ട് പോകുന്നത്. ഇതുവഴിയാണ് സാറിന് നടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ റെഡിംഗ് ടെർമിനലിന് പേര് വരാൻ കാരണം തന്നെ അവിടെ ആ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായതുകൊണ്ടാണ് ടെർമിനൽ എന്ന് വന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ കൺവെൻഷൻ സെൻറ്റർ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇതുവഴിയാണ് നടന്നു പോകുന്നത് കൺവെൻഷൻ സെൻറ്റർ. ഇവിടെ പല മീറ്റിങ്സും എല്ലാം നടക്കുന്ന ഒരു കൺവെൻഷൻ സെൻറ്ററാണിത്. ഇവിടെ വന്നിരുന്ന് കഴിക്കാം, ഇതിൻ്റെ സൈഡിലൊക്കെ വന്നിരുന്ന് കഴിക്കാം. നല്ലൊരു സിറ്റി ആംബിയൻസ് കിട്ടും. അതോടൊപ്പം തന്നെ എനിക്ക് പണ്ട് മുതലേ ആഗ്രഹമായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും കാണിക്കണമെന്നും ഇങ്ങനൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ കൂടെ ഇത് കാണിക്കാൻ തീരുമാനിച്ചതും. സോ അതുകൊണ്ടാണ് ഈ റെഡിംഗ് ടെർമിനൽ മാർക്കറ്റ് നമ്മളൊന്ന് ചൂസ് ചെയ്തത്. നമുക്ക് അതിനകത്തൊക്കെ പോയി പെട്ടെന്ന് കാണാം. ഒരു കുഞ്ഞു വീഡിയോ ആണിത്. എൻ്റെ ഒരു ആഗ്രഹമാണ് ഇത് കാണിക്കണമെന്നുള്ളത്. സോ നമുക്ക് ലെറ്റ്സ് ഗോ ആൻഡ് സീ ഇറ്റ്.
ഇതൊരു ആമിഷ് ഓൺഡ് കടയാണ്. പലതരത്തിലുള്ള ചീസുകൾ ഇവിടെ കിട്ടും. ഇല്ലാത്ത ചീസുകളൊന്നുമില്ല, എല്ലാ തരത്തിലുള്ള ചീസുകളും ഇവിടെ ഉണ്ട്. എല്ലാ തരത്തിലുള്ള മീറ്റുകളും ഉണ്ട്. അതോടൊപ്പം തന്നെ സാൻഡ്വിച്ചസും ഉണ്ടാക്കി തരും. ഈ മീറ്റൊക്കെ വെച്ച് ഈ ചീസ്, ഇഷ്ടമുള്ള ചീസ് വെച്ചിട്ട് സാൻഡ്വിച്ചും ഉണ്ടാക്കി തരും. ഒരു സ്പെഷ്യൽ കടയാണ് ഇത്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഡോണറ്റ് ഷോപ്പ് കടയാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് വരുന്നുണ്ട് പുറകാലെ. സോ നിങ്ങളെല്ലാം ഞാൻ ഇവിടെ കൊണ്ട് കാണിച്ചു. അടിപൊളിയല്ലായിരുന്നോ? പല പല ടൈപ്പിലുള്ള ഫുഡുണ്ട്, പല കൺട്രീസിലെ ഫുഡുണ്ട്. അടിപൊളിയാണ്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് തായ് ഫുഡാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. തായ്ക്കകത്ത് സാൽമനും ഷ്രിമ്പും വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനകത്തൊക്കെ നല്ല അടിപൊളിയല്ലേ കാണാനൊക്കെ. ഫുഡും പല തട്ടുകടയെന്ന് പറയത്തില്ല, എന്നാലും ഫുഡ് സ്റ്റോളാണ് എല്ലാം, പലതരത്തിലുള്ള ഫുഡുകളും. സോ നമ്മൾ എടുത്തേക്കുന്നത് തായ് ഫുഡാണ്. ഇത് കണ്ടല്ലേ, തായ് ഫുഡ് എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡുമാണ്. നമ്പർ 1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും. കാരണം അടിപൊളിയാണ് ഇത് കഴിക്കാൻ. അതോടൊപ്പം തന്നെ ബീഫ് വെച്ചുള്ളൊരു സാൻഡ്വിച്ചും ഉണ്ട്. അത് പിന്നെ ദിവസം കാണിക്കാം. സോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇതാണ്. സാൽമനും ഷ്രിമ്പും ബ്രോക്കളിയും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ തായ് കറി ഉണ്ട് ഒഴിച്ചിട്ടുണ്ട്. സോ നമ്മൾ നല്ല ഹോട്ട് സോസും എടുത്തതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഷ്രിമ്പും സാൽമനും എല്ലാം കൂടെ വെച്ചിട്ട് സൂപ്പറായിരിക്കുന്നു. വാവ്. ഈ ഷ്രിമ്പും ഇതിൻ്റെ റൈസും അടിപൊളി ജ്യൂസി ആയിട്ടുള്ള സാൽമനും അതിൻ്റെ ആ തായുടെ സോസ് കൂടെ വന്നപ്പോൾ അടിപൊളിയായിരിക്കുന്നു ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം സമയം കിട്ടുമ്പോഴോ എന്തെങ്കിലും വരുമ്പോഴൊക്കെ. സോ എനിവേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾ ഈ സ്റ്റേറ്റിൽ വരുവാണെങ്കിൽ അല്ല ഈ സിറ്റിയിൽ വരുവാണെങ്കിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഈ ഐക്കാനിക് ഫുഡ് പ്ലേസ് തട്ടുകട അല്ല, ഒരു ഫുഡ് മാർക്കറ്റ് മാതിരിയാണ്. ഫുഡുകൾ പല തരത്തിലുള്ള ഫുഡുകളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും കുറച്ച് ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. വരും എപ്പിസോഡിലൊക്കെ ഞാൻ ട്രൈ ചെയ്യാം നിങ്ങളെ കാണിക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്കറിയാമല്ലോ. സോ നിങ്ങളെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടിനും വളരെ നന്ദി. ടേക്ക് കെയർ ആൻഡ് ടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ.